ഡ്രീം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പുതുതായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കണ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടല്ലോ, നമ്മുടെ അടുക്കളയിലും സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ നമ്മളെപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കാനൊന്നും പറ്റണതല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ വയറും നിറയും മനസ്സും നിറയും. അപ്പോൾ മക്കൾക്ക് അത്യാവശ്യത്തിന് കൊടുക്കാനുള്ളത് ഉണ്ടാവും ചെയ്യും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പുറത്തുനിന്ന് കഴിക്കണതാവുമ്പോൾ ഒരുപാട് ഉപയോഗിച്ച എണ്ണയിലൊക്കെ ഇട്ടിട്ട് തന്നെയായിരിക്കും കേട്ടോ വീണ്ടും വീണ്ടും അവർ വറുത്തെടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് പാലാണ്. പാലെടുക്കണത് നമ്മൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ ബട്ടർ മിൽക്കിനായിട്ട് പാലിലേക്ക് 1 സ്പൂണ് വിനാഗിരി ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്കിലേക്ക് നമ്മൾ ആദ്യം ചേർക്കണ വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടി 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ കുറച്ച് കുറവാണ് കേട്ടോ ചേർക്കണത്, കുരുമുളകിൻ്റെ എരിവുള്ള കാരണം. പിന്നെ നമ്മളിവിടെ അതിലേക്ക് ചേർക്കണത് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിനെ നന്നായി ബട്ടർ മിൽക്കിനെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ ചേർക്കാനാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ എടുത്തിരിക്കുന്നത് വലിയ പീസൊന്നുമല്ല, ഒരു മീഡിയം സൈസ് പീസാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പം കിട്ടാനായിട്ട് ചിക്കനെ ഓരോ പീസിൻ്റെയും നടു ഒന്ന് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം കിട്ടും. പിന്നെ പെട്ടെന്ന് കുക്കായി കിട്ടാനും നല്ലതാട്ടോ അങ്ങനെ ചെയ്യണത്. അങ്ങനെ നമ്മൾ ഓരോ ചിക്കനായിട്ട് ഈ ബട്ടർ മിൽക്കിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നന്നായി ഒന്നും കൂടി മിക്സാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഒരു 4 മണിക്കൂറോ ഒരു 3 മണിക്കൂറൊക്കെ എങ്കിലും വെക്കണം കേട്ടോ ചിക്കൻ. അപ്പോൾ നമ്മളത് മിക്സാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ മുക്കിയെടുക്കാനുള്ള ഒരു മൈദയുടെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മളോട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈദ എടുക്കുമ്പോൾ എപ്പോഴും അരിച്ചതിന് ശേഷമായിട്ട് എടുക്കാൻ പാടുള്ളത്. അപ്പോൾ മൈദയിലേക്ക് ഇത്തിരി മുളക് പൊടിയും ഉപ്പും പൊടിയും കുരുമുളക് പൊടി അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കോഴിമുട്ടയാട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കനെ എണ്ണയിലിടുന്ന സമയത്തെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും കുറച്ച് മൊരിച്ചലും കൂടി കിട്ടാനായിട്ട് നമ്മളിവിടെ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നോർമലായിട്ടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളം ഒന്നല്ല എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി. പിന്നെ നമ്മളിതിൻ്റെ ബാറ്ററിലേക്ക് ഒരു സംഭവം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടി ഒരു 3-4 സ്പൂൺ ഞാൻ ഒഴിച്ചിട്ട് ആണ് കേട്ടോ മിക്സാക്കി എടുക്കണേ. നന്നായി മിക്സാക്കി എടുക്കണം, കട്ടകളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യുന്ന സമയത്ത് അറിയാലോ കട്ടകളില്ലാത്ത തരം. പിന്നെ ഒരുപാട് വെള്ളം കൂടിയിട്ടുള്ള ബാറ്ററും അല്ല കേട്ടോ, കുറച്ച് തിക്നെസ്സും വേണം. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് മൈദയുടെ അളവും കൂട്ടണം കേട്ടോ. പിന്നെ അതിലേക്ക് 1 സ്പൂണ് ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടിയും പിന്നെ ഇവിടെ ഓട്സ് ചേർത്തിട്ടുള്ള കാരണം കേട്ടോ കോൺഫ്ലവറിൻ്റെ പൊടി കുറച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഓട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് അതിനെ എല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ബട്ടർ മിൽക്കിലുള്ള ചിക്കനെ എടുത്തിട്ട് നമ്മുടെ മൈദയുടെ ബാറ്ററിൽ മുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ചിക്കനും കൂടിയിട്ട് ഒരുമിച്ച് ഇട്ട് മുക്കിയെടുക്കരുത്. നമ്മളിപ്പോൾ 2-3 പീസോ എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ചിക്കൻ്റെ എല്ലാ വശത്തേക്കും ഈ ബാറ്റർ എത്തുന്ന തരത്തിൽ നന്നായി തേച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഓരോ പീസ് എടുത്തിട്ട് ഈ മൈദപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ മൈദയിൽ നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ മൈദപ്പൊടി നമ്മൾ ആദ്യം തന്നെ ചിക്കൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് തൂളി കൊടുക്കുക. പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായി അമക്കി മൈദപ്പൊടി ഇനി ചിക്കൻ്റെ നനവുള്ള എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ നന്നായി അമക്കി ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി ഈ മൈദപ്പൊടിയും ഓട്സും ഒക്കെ സെറ്റായി ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഈ 3 പീസും ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ എല്ലാതും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇത് വറക്കാനായിട്ട് എടുക്കണത് സൺഫ്ലവറിൻ്റെ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു പരന്ന പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാത്രം ഇങ്ങനത്തെ ഇല്ലെങ്കിൽ കുക്കറോ അല്ലെങ്കിൽ ഒരു ചീഞ്ചട്ടി ആയാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും കൂടിയല്ല ഒരു 3-4 പീസൊക്കെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് ചിക്കൻ. അല്ലെങ്കിൽ അതിൻ്റെ ചൂടുകൊണ്ട് ഒരു വശം പെട്ടെന്ന് തന്നെ മുരിഞ്ഞിട്ട് ഇത്തിരി കരിച്ചിൽ പോലെയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല, എന്നാൽ സൈഡ് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് ഇതാവും ചെയ്യും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് കിട്ടേണ്ടത്
ഉള്ളിലെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടും പുറം ഭാഗം നല്ല മുരിശലായിട്ടുള്ള ചിക്കനാട്ടോ കിട്ടേണ്ടത്. നമുക്കിപ്പോൾ കാണാമല്ലോ, ഇത് ഏകദേശം ഒരു സൈഡൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് ലാസ്റ്റ് ഭാഗമൊക്കെ ആയപ്പോഴേ നമ്മുടെ ചിക്കനിൽ ചെറിയ നനവ് പോലെ തോന്നിയിട്ടോ ബാക്കിൻ്റെ നിന്ന് പീസ്. അപ്പോൾ ആ മൈദപ്പൊടി നമ്മൾ കളയരുതേ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അങ്ങനെ തന്നെ വീണ്ടും ഒന്ന് മുക്കിയെടുത്താൽ മതി. അപ്പോൾ അതേപോലെ തന്നെ കിട്ടുന്നുണ്ടോ നമുക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടയിൽ ഒരുപാട് പേര് ബ്രോസ്റ്റഡ് ചിക്കൻ ഇന്നേ വരയ്ക്ക് കഴിക്കാത്തതായിട്ടും കുറേ പേരുണ്ടാവും കേട്ടോ. ചിലപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ചിക്കൻ വാങ്ങിക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു 2-3 പീസൊക്കെ എടുത്തിട്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മക്കളും സന്തോഷമായിട്ടിരിക്കട്ടേന്നേ. അപ്പോൾ നമ്മൾ മടി കൂടാണ്ട് എന്ത് കാര്യം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത് നോക്കിയേക്കേ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പാല് കൊണ്ടുള്ള മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടാട്ടോ നമ്മൾ ചിക്കൻ കഴിച്ചത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാം കേട്ടോ.